ദേവസ്വം ഭൂമിയിൽ പലസ്തീൻ അനുകൂല പരിപാടി നടത്തിയ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർക്കെതിരെ കേസ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ GIOയുടെ 30 പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത്. അനുമതിയില്ലാതെയാണ് ദേവസ്വം ഭൂമിയിൽ പലസ്തീൻ അനുകൂല പരിപാടി നടത്തിയത്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, വിശദാംശങ്ങൾ. തിരുവോണ ദിനത്തിലാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരു പരിപാടി കണ്ണൂർ മാടായിപ്പാറയിൽ വെച്ച് നടത്തിയത്. നമുക്കറിയാം, മാടായിപ്പാറ എന്ന് പറയുന്നത് ദേവസ്വം ഭൂമിയാണ്. മാടായി കാവിന്റെ അധീനതയിൽപ്പെട്ട സ്ഥലമാണ്. ഈ സ്ഥലം ഹൈക്കോടതിയുടെ അടക്കം നിർദ്ദേശത്തെ തുടർന്ന് പരിപാടികളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലമാണ്. പരിസ്ഥിതി സംരക്ഷണം സംബന്ധിച്ച് പ്രാധാന്യമുള്ള ഈ സ്ഥലത്ത് യാതൊരു അനുമതിയും ഇല്ലാതെയാണ് ഈ പലസ്തീൻ അനുകൂല പരിപാടിയുമായി ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ രംഗത്ത് വന്നത്. ഇത് സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഒരു പരിപാടി നടത്തിയെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പഴയങ്ങാടി പോലീസ് ഇപ്പോൾ 30 GIO പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു പരിപാടി നടത്തിയത് എന്നുള്ളത്. GIOയുടെ പ്രവർത്തകരായ അഫ്ര ഷിഹാബ് കൂടാതെ മറ്റ് 29 GIO പ്രവർത്തകർ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. തുടർ നടപടിയുമായി പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല, ദേവസ്വം ഭൂമിയിൽ എങ്ങനെയാണ് ഈ പരിപാടി, എന്ത് അധികാരത്തിലാണ് ഈ പരിപാടി നടത്തിയെന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. അനിൽ നമ്പ്യാർ, ദേവസ്വം ഭൂമിയിൽ പലസ്തീൻ അനുകൂല പരിപാടി നടത്തിയ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർക്കെതിരെ കേസ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ GIOയുടെ 30 പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത്. അനുമതിയില്ലാതെയാണ് ദേവസ്വം ഭൂമി പലസ്തീൻ അനുകൂല പരിപാടി ഇവർ നടത്തിയത്. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.